ഷൂമാർട്ട്, ഫുട്വെയർ, സ്റ്റേഷനറി, ടോയ്സ്, ഗിഫ്റ്റ് ആൻഡ് ബാഗ്സ്. മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ട്രോമ കെയർ വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ CHCയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ജീവനക്കാർക്കും രോഗികൾക്കും ആശ്വാസമാകുന്നു. ഡിവൈഎസ്പിയുടെ ഓർഡർ പ്രകാരം വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തുന്നത്. ട്രോമ കെയർ വണ്ടൂർ യൂണിറ്റിന് കീഴിൽ 60 പേരാണ് സേവന പ്രവർത്തനങ്ങൾക്കായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ദിവസം 3 പേർ മാറി മാറി നിന്നാണ് CHCയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കും സുഗമമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. CHCയിൽ ടോക്കൺ സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിലും രോഗികളുടെ ബാഹുല്യം കാരണം പലപ്പോഴും രോഗികളും ഡോക്ടർമാരും തമ്മിൽ അസ്വാരസ്യങ്ങൾക്കിടവരുത്തിയിരുന്നു. എന്നാൽ ട്രോമ കെയർ പ്രവർത്തകർ എത്തിയതോടെ കാര്യങ്ങൾ എളുപ്പമായി. ഇതിന്റെ ഭാഗമായി ആശുപത്രി ഗേറ്റ്, ടോക്കൺ കൌണ്ടർ, OP സെക്ഷൻ എന്നിവിടങ്ങളിലെ നിയന്ത്രണം ദിവസവും 3 പ്രവർത്തകർ ഏറ്റെടുക്കും. 70-ന് മുകളിലുള്ളവർ, കുട്ടികൾ, രോഗം മൂർച്ഛിച്ചിട്ടുള്ളവർ എന്നിവർക്ക് ചികിത്സ വേഗത്തിലാക്കാൻ സൌകര്യം നൽകുന്നതോടൊപ്പം ടോക്കൺ പ്രകാരമല്ലാത്ത തള്ളിക്കയറ്റത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതോടെ രോഗികൾക്കും ഡോക്ടർമാർക്കും ഏറെ ആശ്വാസകരമായെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ M. വിജയൻ പറഞ്ഞു. വണ്ടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേരത്തെ രോഗികൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഡോക്ടർമാരെ കാണുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രോമ കെയറിന്റെ പ്രവർത്തകർ വന്നതിന് ശേഷം അതിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡോക്ടർമാരെ കാണുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും അതുപോലെ തന്നെ അസുഖം കൂടുതലുള്ള രോഗികൾക്ക്, പ്രത്യേകിച്ച് വീൽചെയറിലൊക്കെ കൊണ്ടുപോകേണ്ട രോഗികൾക്ക് ഡോക്ടേഴ്സിനെ കാണുന്നതിനും വളരെയധികം സൌകര്യം ട്രോമ കെയറിന്റെ പ്രവർത്തകർ മൂലം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ നടക്കാൻ കഴിയാത്തവർക്ക് സ്ട്രെച്ചർ, എമർജൻസി കേസുകൾക്കായി ആംബുലൻസ് എന്നീ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും പ്രവർത്തകർ മുൻപിലുണ്ട്. തുടക്കത്തിൽ ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ചറിയാത്തവർ ചെറിയ പ്രതിഷേധങ്ങളുമായി എത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഏവരും വളരെയധികം പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നും പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ നിലനിർത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണെന്നും ട്രോമ കെയർ പ്രവർത്തകനായ കളത്തിങ്ങൽ അഷ്റഫ് വണ്ടൂർ വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പോലീസിന്റെ നിർദ്ദേശം, അതുപോലെ നമ്മുടെ മെഡിക്കൽ വിഭാഗത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ വണ്ടൂർ CH സെന്ററിൽ ഈ ആൾക്കാരുടെ തിരക്ക് മൂലം ടോക്കൺ വൈകുന്നതും അതുപോലെ രോഗികൾ കയറാൻ താമസിക്കുന്നതുമായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലെറ്റർ തന്നുകൊണ്ട് ആ ലെറ്ററിന്റെ മുഖേന നമ്മൾ വന്നാണ്ട് ഈ ഡ്യൂട്ടി ഏറ്റെടുത്താണ്. ദിവസം ഒരു 3 ആൾ വെച്ചിട്ടാണ് നമ്മൾ ഡ്യൂട്ടി വെക്കുന്നത്. സ്ഥിരമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ 3 ആൾ വെച്ചിട്ടുള്ള ഡ്യൂട്ടിയാണ് ഇപ്പോൾ. ഒരാൾ ടോക്കൺ എടുക്കുന്ന കയറുന്നിടത്തും, ഒരാൾ ഡോക്ടർമാരെ OPക്ക് വരുന്നിടത്തും, ഒരാൾ ട്രാഫിക്കിലുമാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന എല്ലാ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ ഞങ്ങൾ അതിന് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഇറങ്ങാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നടത്തുന്ന നല്ലൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കഴിയുന്നത് അങ്ങനത്തെയാണ്. ഇദ്ദേഹത്തിന് പുറമെ സുരേഷ് ഏമങ്ങാട്, KT ഫിറോസ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.